everyone, I am Ashwati. ഞാൻ ശ്രീ ശബരീഷ കോളേജിലെ 2022 ബികോം പാസ് ഔട്ട് സ്റ്റുഡൻ്റ് ആണ്. കറന്റ് ഞാനിപ്പോൾ ഫ്രാൻസിൽ മാസ്റ്റേഴ്സ് ചെയ്യാണ് ഹോസ്പിറ്റാലിറ്റിയിൽ. സോ നമ്മുടെ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ ടീച്ചേഴ്സും സ്റ്റാഫ്സും എല്ലാം വളരെയധികം ഫ്രണ്ട്ലി ആയിരുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ആയിരുന്നു. അതിപ്പോൾ നമ്മുടെ അക്കാഡമിക് റിലേറ്റഡ് കാര്യങ്ങളാണെങ്കിലും കരിയർ റിലേറ്റഡ് കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും അവർ വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. സോ പിന്നെ നമ്മൾ കുറേയധികം കരിയർ ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ കരിയർ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഐ ആം വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ അവർ കറന്റ് ബികോം സ്റ്റുഡൻസ്. താങ്ക് യു. ഹായ്, മൈ നെയിം ഈസ് അലീന. ഞാൻ ശ്രീ ശബരീഷ കോളേജിലെ 2018-21 ബാച്ചിൽ പാസ് ഔട്ട് ആണ്. കറന്റ് നൗ ഐ എം വർക്കിംഗ് ഇൻ ബാംഗ്ലൂർ. അബൌട്ട് ശ്രീ ശബരീഷ കോളേജ് ആൻഡ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്ലേസ് വെർ ഐ മെറ്റ് മൈസെൽഫ് എന്ന് വേണം പറയാനായിട്ട്. സോ ദർ ഇസ് എ മാജിക് ഇൻ ബിറ്റ്വീൻ ദ ബിക്കോസ് ദ interaction between the teachers and students are like എന്താ പറയുക, നമ്മളെ ഇമോഷണലി പ്ലസ് ഇന്റലക്ച്വലി ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പേസ് ആണത്. സോ ഐ ഹോപ്പ് മേ ദ അപ്കമിംഗ് സ്റ്റുഡൻസ് ഓൾസോ ഫൈൻഡ് ദ സെയിം മാജിക്. I would like to thank the principal, the head of the department, teachers and all my dear friends for this wonderful opportunity. I would like to introduce myself. My name is Urmi Safrullah Khan. I am basically from Kottayam, Kerala. I did my masters in social work in Sri Shabarisha College. I am currently working as a care support assistant in Northeast Autism Society, UK. Hi, I am Nikhil Raj. ഞാൻ ശബരീഷ കോളേജിലെ PCA 2023 പാസ് ഔട്ട് ആണ്. കറന്റ് ഇപ്പോൾ സപ്പോർട്ട് സിസ്റ്റം ഡെവലപ്പ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ ടീച്ചേഴ്സും സ്റ്റാഫും എല്ലാം നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അതുപോലെ തന്നെ പ്ലേസ്മെന്റ്സിന്റെ കാര്യമാണെങ്കിലും കരിയർ ഗൈഡൻസിന്റെ കാര്യത്തിലാണെങ്കിലും കോളേജെല്ലാം ഫുൾ സപ്പോർട്ടായിരുന്നു നമുക്ക്. അപ്പം പിന്നെ കുറെ വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് പേഴ്സണൽ ആൻഡ് കരിയർ ഗ്രോത്തിന് നല്ലതായിട്ട് സഹായിച്ചിട്ടുണ്ട്. സോ ഐ എം വിഷിംഗ് ഓൾ ദ BCA സ്റ്റുഡൻസ് എ ഗ്രേറ്റ് സക്സസ് അഹെഡ്. താങ്ക് യു. ഹായ്, മൈ നെയിം ഈസ് മെഹൽ. ഞാൻ ശ്രീ ശബരീഷ കോളേജിൽ 2019-22 ബാച്ചിൽ പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. ഞാനിപ്പം ക്രൈസ്റ്റ് ഇന്റർനാഷണൽ സ്കൂൾ ബാംഗ്ലൂരിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അബൌട്ട് ശ്രീ ശബരീഷ, ഞാനവിടെ BA ഇംഗ്ലീഷാണ് പഠിച്ചത്. ആൻഡ് ക്രിയേറ്റീവ് സൈഡാണെങ്കിലും എഡ്യൂക്കേഷണൽ സൈഡാണെങ്കിലും ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ല ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഐ ബിലീവ് ദാറ്റ് എനിക്ക് ആ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ എക്സൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവിടെ പഠിക്കാൻ വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആ ഒരു കാര്യം ഗ്യാരണ്ടീഡ് ആണെന്ന് എനിക്ക് പറയാം. ഹലോ, എൻ്റെ പേര് അദീന. ഞാൻ അവിടുത്തെ 2020-23 BCA ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ ജർമ്മനിയിലായിരിക്കുന്നു. ജർമ്മനിയിൽ ഞാൻ എൻ്റെ ഹയർ സ്റ്റഡീസ് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് ഇപ്പം കരിയർ ഗൈഡൻസ് ആവട്ടെ, അതുപോലെ ലാബ് ഫെസിലിറ്റീസ് ആവട്ടെ, അതുപോലെ നമുക്കൊരു പെർട്ടിക്കുലർ കാര്യം റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സസ് അല്ലെങ്കിൽ ക്ലാസ്സസ് ആവട്ടെ, നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അറ്റ് ദ റൈറ്റ് ടൈം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം നമ്മളുടെ പ്രൊഫസേഴ്സിന്റെ ട്യൂട്ടറിങ് ക്ലാസ്സസ് പോലും ആവട്ടെ, അവരവരുടെ എഫേർട്ട് ഇട്ട് നമുക്ക് നല്ല രീതിക്ക് ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിനൊപ്പം തന്നെ നമ്മളുടെ കോളേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നതും ഭയങ്കര വാസ്റ്റാണ്. നമുക്കിപ്പം നമ്മളുടെ ക്ലാസ്സസ് കൂടാതെ നമുക്ക് ആഡ് ഓൺ കോഴ്സസ് ആയിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും അതുപോലെ ഡേറ്റ അനലിറ്റിക്സും പോലുള്ള കോഴ്സസ് നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. സോ ഈ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഗ്രാസ്പ് ചെയ്യുകയാണെങ്കിൽ ഇനി നിങ്ങൾ വരുന്ന ഫ്യൂച്ചർ സെൽഫിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ താങ്ക്ഫുൾ ആയിരിക്കും. സോ ഹോപ്പ്ഫുള്ളി ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നല്ല രീതിക്ക് ഗ്രാസ്പ് ചെയ്ത് ഈ 3 years കൊണ്ടിട്ട് നല്ല എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് കുറേ ലൈഫ് ലെസൺസ് ലേൺ ചെയ്ത് ഒരു പുതിയൊരു ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ ഡൈവ് ഡീപ്പ്. താങ്ക് യു.